തന്നെയാണ്. കാശുണ്ടമ്മേനെ ഒരു 10 രൂപ തന്നമ്മേനെ കൊച്ചിന് വണ്ടിക്കാശില്ലെന്ന് പറയുകയാണെങ്കിലേ മകൻ തരികയില്ല. അവർ ഈ കട്ടും മോട്ടിച്ചും തിന്നോണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അവരെ സാധാരണക്കാരാണ്. ഞങ്ങൾ ഇതൊക്കെ കൊണ്ടുള്ള ജീവിതമാണ്. ഞങ്ങൾക്ക് മുടങ്ങാതെ പെൻഷൻ കിട്ടും, വിധവ പെൻഷൻ കിട്ടുന്നുണ്ട്. പിണറായി സർക്കാർ തുടർഭരണം വേണ്ടെന്നാണോ? ആ പറഞ്ഞതോട് തന്നെ പറ്റിയ തൃപ്തരല്ലായിരുന്നോ? ആ പറഞ്ഞ അത്ര നല്ലതല്ലായിട്ടാണ്. എന്തുകൊണ്ടാന്ന് പറയാം, എന്നെ പറ്റി എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരെ ഒരു സഹായങ്ങളോ ഒരു ആനുകൂല്യങ്ങളോ അതുങ്ങളെ പഠിപ്പിക്കാനോ അതുങ്ങളുടെ കാര്യത്തിനോ ഒരു കാര്യത്തിനും അവർ അംഗീകരിക്കുകയല്ല. അവർ ഈ കട്ടും മോട്ടിച്ചും തിന്നോണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ആൾക്കാരെ ഹൈഡ് ചെയ്യുക, ഒതുക്കി തീർക്കുക. അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കോ എനിക്കാണെങ്കിൽ അതിൽ താല്പര്യം ഇല്ല. അതുകൊണ്ട് അമ്മയ്ക്ക് പൂർണ്ണമായിട്ട് പിണറായി സർക്കാരിനോട് താല്പര്യമില്ല. ഭരണകണ്ഠം വേണ്ട. ഒരു മാറ്റത്തിന് വേണ്ടി ആയിരിക്കുന്നു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ KSRTC സൗജന്യ യാത്ര കേട്ടായിരുന്നോ? സ്ത്രീകൾക്ക് പരിഗണന കൊടുക്കുന്നു പറഞ്ഞു. അത് കൊടുക്കുന്ന ഉറപ്പുണ്ട് അമ്മയ്ക്ക്? എനിക്ക് ഉറപ്പില്ല. കാരണം എന്നാന്ന് പറഞ്ഞാൽ അത് അവർക്കൊരു വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യത്തിലാണ് അവർ അത് പറഞ്ഞിരിക്കണത്. അതുപോലെ തന്നെ ഈ വോട്ട് ജയിച്ച് കഴിയുമ്പോൾ 3000 രൂപ പെൻഷത്തിന് കൊടുക്കുമെന്ന് പറഞ്ഞു. അതും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, കിട്ടിയിട്ടില്ല. പിന്നെ ട്രാൻസ്പോർട്ട് പിന്നെ ബസ് സൗജന്യമായിട്ട് പിന്നെ പോകാനുള്ള സൗകര്യം അവർ ഇണക്കി കൊടുക്കും, അതും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ഇതിൽ നിന്ന് എനിക്കൊരാഗ്രഹമുള്ളത് ഈ പാവപ്പെട്ട കുട്ടികളെ നല്ല നിലയിൽ എത്തിച്ച് അതുങ്ങളെ പഠിപ്പിച്ച് അവരെ രക്ഷപ്പെടുത്തണം എന്നുള്ളൊരു ആഗ്രഹക്കാരിയാണ് ഞാൻ. എനിക്ക് കൊണ്ടൊരു കുട്ടി പാവപ്പെട്ട 2 ഉണ്ട്. ഞങ്ങളും തീരെ പാവപ്പെട്ടവങ്ങളാണ്. പക്ഷെ അവരെന്നു പറഞ്ഞാൽ എല്ലാത്തിലും അവർ കൈയിട്ട് വാരിക്കൊണ്ട് നടന്നു, കൈയിട്ട് നിന്നിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് പൂർണ്ണമായിട്ടും ചെയ്യുന്നില്ല. ഞാൻ ഉറപ്പ് വരുത്തി. അപ്പോൾ അമ്മ പറഞ്ഞ ഒരു കാര്യം എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ UDF അതൊക്കെ ഈ പറയുന്ന വോട്ട് ഇലക്ഷൻ ജനങ്ങളുടെ ഒരു പിന്തുണ കിട്ടാൻ വേണ്ടി ആയിരിക്കാം ഇങ്ങനെ അത് ഇത് ചെയ്യാന്ന് പറയുന്നത്. പക്ഷെ അമ്മ ആഗ്രഹിക്കുന്നത് ഭരണം മാറണം. പക്ഷേ കാര്യമുണ്ട്, അവർ ജയിച്ചു കഴിഞ്ഞാൽ ഇപ്പം മകൻ്റെ വീട്ടിലൊരു കുട്ടി പിന്നെ പഠിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു കുട്ടി. അപ്പം നിങ്ങളെല്ലാവരും കൂടി ആ ഒരു വീട്ടിൽ എല്ലാവരും കൂടി ആ കുഞ്ഞിനെ അവർക്ക് വോട്ട് കൊടുത്ത് അവർ രക്ഷപ്പെടുത്തി. മക്കൾക്ക് അത് രക്ഷപ്പെടാൻ സഹായിക്കാൻ പറ്റും. അവർ സഹായിക്കുകയല്ല. അവരുടെ കുടുംബം നോക്കാനാണ് അവർ ഈ നിൽക്കുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് ഞാൻ പിന്മാറാൻ തയ്യാറാണ്. പക്ഷെ അതുകൊണ്ട് നമുക്ക് എനിക്ക് ഏറ്റവും നല്ലത് ഇപ്പം പണക്കാരാണ്, 10 പൈസ കയ്യിലുള്ള ആളുകളാണ് ഇപ്പം മുൻഗണനയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു വീട്ടിൽ ചെന്ന് നമുക്കിപ്പോൾ മകന് 10 രൂപ കാശുണ്ടമ്മേനെ ഒരു 10 രൂപ തന്നമ്മേനെ കൊച്ചിന് വണ്ടിക്കാശില്ലെന്ന് പറയുകയാണെങ്കിലേ മകൻ തരികയില്ല. അതോടൊപ്പം നിരപരാധിയായ ഒരു വീടുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് 10 രൂപ തന്ന ആ കുഞ്ഞിനെ സഹായിക്കും. ഇവർ സഹായിക്കുകയല്ല. അവരുടെ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ പാവങ്ങളെ പിടിച്ച് സഹായിക്കുന്നത്. ഞാൻ അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ UDF അധികാരത്തിൽ വന്നത് തന്നെയാണ് നമ്മുടെ ഒരു അമ്മ കൂടുതൽ പ്രതീക്ഷിക്കുന്നില്ല. ഭരണം മാറി കിട്ടിയാൽ മതി, അത്രേ ഉള്ളൂ അല്ലേ? അതിൽ സന്തോഷം. എനിക്ക് പിണറായി വിജയൻ വേണ്ടെന്നാണ് പൂർണ്ണമായിട്ട് വേണ്ട? എനിക്ക് വേണ്ട, ഉറപ്പാണ്. മൂന്നാം വട്ടം പിണറായി സർക്കാർ വരണമെന്ന് ആഗ്രഹമുണ്ടോ? തീർച്ചയായും ഉണ്ട്. അപ്പോൾ UDF ഭരണത്തിന് അധികാരം വരണ്ട എന്ന് ഞങ്ങൾ പറയുന്നില്ല. മൂന്നാം വട്ടം പിണറായി മതി. അതിന്റെ കാര്യം എന്നാ? കാരണം ഞങ്ങൾ സാധാരണക്കാരാണ്. ഞങ്ങൾ ഇതൊക്കെ കൊണ്ടുള്ള ജീവിതമാണ്. ഞങ്ങൾക്ക് മുടങ്ങാതെ പെൻഷൻ കിട്ടും, വിധവ പെൻഷൻ കിട്ടുന്നുണ്ട്. ഇനിയിപ്പോ UDF അധികാരത്തിൽ വന്ന് ഇതൊന്നും കിട്ടൂലെന്നാണ്? അതെ, ഞങ്ങൾക്ക് ഉറപ്പില്ല. അപ്പോൾ അവർ പറഞ്ഞ അവർ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ KSRTC ഇതുപോലെ വണ്ടി സൗജന്യ യാത്ര സ്ത്രീകളുണ്ടെന്ന് പറയും. അത് അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കുമോ? വാക്കല്ലേ മാറ്റാൻ പറ്റൂ, അല്ല നമ്മുടെ അവയവങ്ങൾ വെട്ടിക്കളയാൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ അധികാരത്തിൽ വന്നതൊന്നും നടപടി ആകൂലെന്ന് തോന്നുന്നു, അല്ലേ? ഉണ്ടാകുമെന്ന് തോന്നാം, വിശ്വാസമില്ല. അപ്പൊ അമ്മയ്ക്ക് പിണറായി സർക്കാർ അല്ല ഇടത് സർക്കാർ വരുന്നത് തന്നെയാണ് ഇപ്പോഴും ആഗ്രഹം. അതിന് കൂടുതൽ യോജിക്കുന്ന ഈ പെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങളും പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുന്നുണ്ട്. മറ്റെല്ലാം അതായത് പുള്ളി ഇറങ്ങി നടന്ന് സഹായിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് അർഹതപ്പെട്ടത് കിട്ടുന്നുണ്ട്. പക്ഷേ കുറെ കാലങ്ങളായിട്ട് ഞങ്ങൾക്ക് സന്ധ്യ സമയത്ത് ഭക്ഷണം വെച്ച് കഴിക്കാം. കാരണം കറണ്ടുണ്ട്, അതൊന്നും മുടക്ക് വരുന്നില്ല. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ അമ്മ, അപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ LDF സർക്കാർ വരണ്ടെന്നാണ് പകുതി ആൾക്കാരും പറയണത്. നമ്മളിപ്പോൾ എടുത്തെടുത്ത് വന്നത് അപ്പോൾ അതന്നെ ആയിരിക്കും അങ്ങനെ പറയാൻ കാരണം തന്നെ ആയിരിക്കും പുള്ളിയോടുള്ളൊരു വ്യക്തി വൈരാഗ്യമായിരിക്കാം. പക്ഷെ ഇപ്പോഴതാരും പറയില്ല. എല്ലാവർക്കും ജയിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ പുറമെ പറയണില്ല മാത്രമേ ഉള്ളൂ.
അതായത് പുറമെ സത്യം പറയില്ല, എന്നാ വോട്ട് സമയത്ത് കുട്ടുകയും ചെയ്യും. എന്നിട്ട് പുറമെ പറഞ്ഞു നടക്കുകയും ചെയ്യും. എൽ ഡി എഫ് സർക്കാർ പറയണ്ട, തൊഴിലുറപ്പ് വേണ്ടെന്ന്. അല്ലേ, ശരിയല്ലേ? സത്യമായ വാക്കാ. ഇതാണ് സത്യം. ഈ അമ്മ പറയണ സത്യമാണ്. അമ്മ പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. അപ്പൊ ഈ പ്രാവശ്യം എൽ ഡി എഫ് സർക്കാർ വരും അല്ലേ? ഉറപ്പായിട്ടും. ഇത് കടുത്തുരുത്തി മണ്ഡലല്ലേ? ഇവിടെ ആരായിരിക്കും ഇവിടെ ജയിക്കുന്നത്? നിർമ്മല ജിമ്മി. ആണോ? ഉറപ്പാണ്. 100 വെട്ടം. മോൻസിയോസ് ജയിക്കുന്ന ആള് പറയുന്നത് ഭൂരിപക്ഷം പേര് അവിടെ പറഞ്ഞു. പക്ഷെ ഇവിടെ ജയിക്കുന്നത് നിർമ്മല ജിമ്മി തന്നെയാണ്. ഉറപ്പാണ്. അമ്മക്ക് ഉറപ്പന്നെ? എത്ര ഉറപ്പാണ്? എനിക്ക് ഉറപ്പുണ്ട്. ജയിക്കുന്ന ഉറപ്പാണ്. തീർച്ചയായും ഉറപ്പ്. അപ്പൊ മോൻസി ബി ജെ പി സീറ്റ് പിടിക്കാം. ബി ജെ പി സീറ്റ് പിടിക്കും. അത് നമുക്കറിയില്ല. ആണോ? ആണോ? അപ്പൊ നിർമ്മല എടുക്കുന്നു ഇവിടെ. ഉറപ്പാണല്ലേ? തീർച്ചയായും. ഓക്കെ എന്നാ ശരി.